ജൂൺ 16-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് ഇവരുടെ ഈ തട്ടുമടി കരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇവരുടെ ഈ കൊഴിയാള മീനിന് വിലയില്ല എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം ജില്ലയിലെ പള്ളം ഫിഷ് മാർക്കറ്റിലെ ഈ വള്ളം ഓടി കരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ സീസൺ ടൈമിനൊക്കെ ഈ വഴി പോയി കഴിഞ്ഞാലൊക്കെ ഈ വള്ളങ്ങളൊക്കെ അപകടത്തിൽപ്പെടാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ മീനിന് കുറച്ച് വില കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പള്ളം ഫിഷ് മാർക്കറ്റിലോട്ട് വള്ളം ഓടി വന്നത്. അപ്പോൾ ഇവരുടെ മീനൊക്കെ ലേലത്തിൽ കൊടുത്തതിന് ശേഷം വള്ളം തിരിച്ച് വിഴിഞ്ഞത്ത് പോയിട്ടാണ് അവിടെ കെട്ടിയിടേണ്ടത്. അവിടുത്തെ ഹാർബറിലാണ് കെട്ടിയിടേണ്ടത്. അപ്പോൾ അത് ഇവർ വള്ളം തള്ളാനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ആ ഒരു സൈഡ് വരെ നമ്മുടെ ട്രാക്ടർ വണ്ടിയാണ് വലിച്ചു വെച്ച് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം ഇവർ വെയിറ്റ് ചെയ്യാണ്. ഏതായാലും തിര കുറച്ച് ശാന്തമായി കഴിഞ്ഞാൽ വള്ളം തള്ളി വിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതലായി ഇവർ അങ്ങനെ വള്ളം പണിക്കുക അത്ര പേരും ചേർന്ന് വള്ളത്തിനെ സ്ട്രെയിറ്റായിട്ട് പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് നോക്കി നിന്ന് അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു അപകടമൊന്നും ഉണ്ടാകാതെ ഇവർ ഓടി പോകാനായിട്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളൊരു കാര്യമേ, ഈ 4 മാസം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മറ്റ് തീരദേശത്തുള്ള വള്ളക്കാരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഈ ഹാർബറിനെ ആശ്രയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഈ കാണുന്നത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് ഒരു വള്ളം ഓടി കരയ്ക്ക് വരാനും പറ്റത്തില്ല, അതുപോലെ വള്ളം തള്ളി ഇവർക്ക് പണിക്ക് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസൺ ടൈമിനടിക്കുന്ന അതേ ശക്തിയേറിയ തിരമാലകൾ ഈ ജൂൺ 16-ാം തീയതി ഇല്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ വിഷയം. സാധാരണ സീസൺ ടൈമിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ഇരട്ടി ശക്തിയിലായിരിക്കും തിരമാലകൾ അടിക്കുന്നത്. അപ്പോൾ ദൈവം സഹായിച്ച് എങ്ങനെ അവർക്ക് വള്ളം ഓടിപ്പോകാനുള്ള ഒരു ചെറിയൊരു ചായ്വ് കിട്ടാൻ പോയിട്ട് ഇതാ വള്ളം ഓടിപ്പോവുകയാണ്. ഇവർ ഏകദേശം ഒരു 6-7 ആൾക്കാർ ഇവിടെ ഈ മീൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നത് 2 ആൾക്കാരാണ്. വിഴിഞ്ഞത്ത് വള്ളം കെട്ടിയിട്ട് ഏതായാലും ഒരു ഓട്ടോയിൽ കയറി ഒരു നാട്ടിലോട്ട് വരും കേട്ടോ. ഇവർ പൂവാറുള്ളതാണ്. നമ്മുടെ ഇവിടെ നിന്ന് വള്ളത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൂവാറ് പോകാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും.